ലൈഫ് ലൈറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇന്ന് കവർ ചെയ്യുന്നത്. സിമ്പിൾ ട്രിക്സ് ഫോർ ടൈം മാനേജ്മെന്റ്. എങ്ങനെയാണ് സമയത്തെ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് ഒരു ദിവസം ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അവസാനം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ടൈം മാനേജ്മെന്റ് ഞാൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഞാൻ എൻ്റെ വർക്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് തുടങ്ങിയ ചിന്തകൾ നമ്മൾ എല്ലാവരെയും അലട്ടുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നൽകപ്പെട്ടിട്ടുള്ള വിഭവം എന്ന് പറയുന്നത് സമയമാണ്. ആ സമയത്ത് എത്ര മനോഹരമായി ഞാനത് ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ചിട്ടായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും വിജയം നിശ്ചയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ഓഫ് us. അപ്പോൾ അതുകൊണ്ട് അവസാനം വരെ ഇന്നത്തെ ഈ വീഡിയോ കാണുക, ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. പ്രിയമുള്ളവരെ, ഒരു ഗ്രാഫിന്റെ സഹായത്തോടെയാണ്, ഒരു ചിത്രത്തിന്റെ സഹായത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇതൊരു എക്സ് ആക്സിസ് ആണ്, അതുപോലെ തന്നെ വൈ ആക്സിസ് ഇവിടെ താഴെ നമ്മൾ കാണുന്നു. എക്സ് ആക്സിസില് ഞാൻ നോട്ട് അർജന്റ്, അതുപോലെ തന്നെ അർജന്റ് എന്ന് പറയുന്ന രണ്ട് ഭാഗമായിട്ട് ഇതിനെ വേർതിരിക്കുന്നു. വൈ ആക്സിസിലാണെങ്കിൽ ഞാൻ ഇതിനെ നോട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന രണ്ട് ഭാഗമായിട്ട് ഇതിനെ വേർതിരിക്കുന്നു. അപ്പോൾ ഈ ഗ്രാഫിനകത്ത് ഞാൻ ഒരു പ്ലസ് ചിഹ്നം വരച്ചാൽ, അതായത് ഞാൻ അങ്ങനെ ഒരു 4 ഭാഗമായിട്ട് തിരിച്ചാൽ, 4 ക്വാഡ്രന്റുകളാക്കിയാൽ, 1, 2, 3 ഇങ്ങനെ 4 ക്വാഡ്രന്റുകളാക്കിയാൽ നമുക്ക് എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യാമെന്നുള്ളത് വളരെ കൃത്യമായി പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നാമത്തെ ക്വാഡ്രന്റ് പറയുന്നത് അർജന്റ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഓരോ ദിവസവും നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് ക്വാഡ്രന്റ് നമ്പർ 1-ലുള്ളതാണ്. അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഫുൾ ഓഫ് അൺസെർട്ടനിറ്റീസ് ആണ്, അതായത് അനിശ്ചിതത്വങ്ങൾ നിറയുന്ന ഒരു ജീവിതമാണ്. അപ്പൊ എന്തും നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുക? അതിന് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അർജന്റ് ആയ കാര്യങ്ങൾ മാത്രം പോലെ നമുക്കത് ഇമ്പോർട്ടന്റും കൂടി ആയാൽ മാത്രമാണ് നമ്മൾ അത് ഫസ്റ്റ് പ്രയോറിറ്റി ചെയ്ത് കൊടുത്തുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രോപ്പർട്ടി, ലൈഫ്, അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം നമ്മൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അത്തരം ഇഷ്യൂസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അപ്പോയിന്റ്മെന്റ്സുകൾ. നമ്മൾ പലർക്കും അപ്പോയിന്റ്മെന്റ്സുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം, മീറ്റിംഗ്സുകൾ ഉണ്ടായിരിക്കാം, പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതിന് അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റി നമ്പർ 1 കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യണം. ഇനി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. 1 പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, 2 പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പബ്ലിക് ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒരു പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരാളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കില്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അത് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു ഡോക്ടർ കൊടുക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കില്ല ഒരു ക്ലർക്ക് കൊടുക്കുന്നത്. പ്രൊഫഷൻ ടു പ്രൊഫഷൻ അതിന്റെ പ്രയോറിറ്റീസുകൾക്ക് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്നാലും കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ തീരുമാനിക്കാം, അർജന്റ് ആയിട്ടുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനുശേഷം ഒരു ഹോംവർക്ക് നമ്മൾ ഓരോരുത്തരും ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ, നമ്മളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങൾ മാറ്റിവെച്ചാൽ റെഗുലർ ആയിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ്. അപ്പോൾ അത് ഒന്നാമത്തെ ക്വാഡ്രന്റില് നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതിനുശേഷം എല്ലാ ദിവസവും ആ കാര്യങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ക്വാഡ്രന്റ്, അതിന് താഴെ വരുന്നത് നമ്മളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, നോട്ട് അർജന്റ് ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. നോട്ട് അർജന്റ് ബട്ട് ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. അർജന്റ് അല്ല, എന്നാൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ഫോണിന്റെ ബില്ല് ചിലപ്പോൾ ഇന്ന് അടയ്ക്കണം, കറണ്ട് ബില്ല് ഇന്ന് അടയ്ക്കണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ ഫീസ് കൊടുക്കണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ അത് അർജന്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ചെയ്യണമെന്നില്ല, രാവിലെ ചെയ്യാത്തത് വൈകിട്ട് ചെയ്താലും മതി. ബിക്കോസ് ദ ത്രൂ ഔട്ട് ഡേ നമുക്ക് അതിലേക്കുണ്ട്. ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കണക്ഷൻ ചിലപ്പോൾ കട്ടാവും, എൻ്റെ കുട്ടിക്ക് ചിലപ്പോൾ സ്കൂളിൽ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടും. ഒരു ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ കൃത്യമായിട്ടുള്ള ഡേറ്റിൽ പേയ്മെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്വാഡ്രന്റിൽ നമ്മളോട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് അർജന്റ്. അത്രയും അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വാഡ്രന്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, മൂന്നാമത്തെ ക്വാഡ്രന്റിൽ നമ്മൾ കാണുന്നത് അർജന്റ് ആണ്, അതുപോലെ തന്നെ നോട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും അധികം കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ക്വാഡ്രന്റിലാണ്, സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ. അപ്പോൾ ഈ ക്വാഡ്രന്റിൽ സമയം ചെലവഴിക്കുന്നവർ വിജയിക്കുന്നില്ല, ഈ ക്വാഡ്രന്റിൽ സമയം ചെലവഴിക്കുന്നവർ സക്സസ്ഫുൾ ആകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, സാധാരണ രീതിയിൽ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്.
ഒന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ ആക്ടിവിറ്റീസുകൾ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ജസ്റ്റ് മൊബൈൽ തുറന്നു നോക്കി 1 മിനിറ്റ് 5 മിനിറ്റ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ അറിയാതെ 1 മണിക്കൂർ 2 മണിക്കൂർ പോകും. ഇമെയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്കുണ്ടാകുന്ന കാര്യങ്ങൾ, ടെലികോളിങ്ങൾ വരുന്നു. നമുക്കൊരു കോൾ ചിലപ്പോൾ വന്നേക്കാം, അനാവശ്യമായിട്ട് ചിലപ്പോൾ നമ്മൾ ചുമ്മാ അങ്ങനെ സംസാരിച്ച സമയങ്ങൾ എന്ന ഒരു സംവിധാനം. അങ്ങനെ തലക്കിൽ നിൽക്കുന്ന ആൾക്ക് നമ്മുടെ ഇമ്പോർട്ടന്റ്, നമ്മുടെ പ്രയോറിറ്റിയെ കുറിച്ച് ഒരു പക്ഷെ അറിയുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നത് നമ്മളാണ്. അപ്പൊ അതുകൊണ്ട് ഏതാണ് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ചെയ്യേണ്ടത്, ഏതാണ് സെക്കൻഡ് പ്രയോറിറ്റിയിൽ ചെയ്യേണ്ടത് നമ്മൾ തീരുമാനിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന വേറെ ചില കാര്യങ്ങളാണ് ഗസ്റ്റുകൾ നമ്മുടെ മുന്നിലേക്ക് കയറി വരിക. അൺനോൺ ഗസ്റ്റുകൾ, നമ്മൾ അറിയുന്ന ഗസ്റ്റുകളല്ല, അൺനോൺ ആയിട്ടുള്ള ഗസ്റ്റുകൾ, അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ നമ്മുടെ അടുത്തേക്ക് പലരും കയറി വരും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവരെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? മിനിമം സമയം മാത്രമേ ഇതിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷന് വേണ്ടിയിട്ട്, അല്ലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് വേറൊരു സമയം കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവും. ലീഷർ ടൈം നോക്കൂ, നമുക്ക് എല്ലാവർക്കും ആളുകൾക്കും ലീഷർ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സക്സസ് ലൈസ് ഇൻ മാനേജിങ് ദ ലീഷർ ടൈം അല്ലെങ്കിൽ ഫ്രീ ടൈം. നമ്മുടെ സക്സസ് കിടക്കുന്നത് എങ്ങനെയാണ് ഒരാൾ അദ്ദേഹത്തിന്റെ ഫ്രീ ടൈം അല്ലെങ്കിൽ ലീഷർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് വളരെയധികം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ക്വാഡ്രന്റ് വളരെ അപകടകാരിയായിട്ടുള്ള ക്വാഡ്രന്റ് ആണ്. ഇതിൽ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് അനുസരിച്ച് നമ്മളുടെ വിജയം നമുക്ക് കുറയും. അപ്പോൾ ഇതിനെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ മാറ്റി ഉപയോഗിക്കാം എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, ലെറ്റ് us move to the ലാസ്റ്റ് ക്വാഡ്രന്റ്. ലാസ്റ്റ് ക്വാഡ്രന്റ് എന്താണ് പറയുന്നത്? അർജന്റ് ആണ്, പക്ഷെ നോട്ട് ഇമ്പോർട്ടന്റ് ആണ്. അർജന്റ് ആണ്, നോട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില അൺനോൺ കോൾസ് നമുക്ക്, നമ്മൾ വീട്ടിൽ നിന്ന് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഒരു കോൾ വരുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നാണ് ആ സമയത്തേക്ക് വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് കയറി വരുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അതിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? അർജന്റ് ആണ്, അത് എപ്പോഴും അറ്റൻഡ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു, എന്തെങ്കിലും ചെറിയ കശവിശകൾ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം? എങ്ങനെ അതിൽ നിന്ന് സ്കിപ്പ് ആവണമെന്ന് അറിയിക്കണം. ഇമോഷണലായിട്ട് സംഭവത്തെ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ മേ ബി നമ്മളുടെ കയ്യിൽ നിന്ന് അന്നത്തെ ടൈം പ്ലാനിങ് മുഴുവൻ പോകും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ് യു ഹാവ് ടു റെസ്പോണ്ട്. നമ്മൾ റെസ്പോണ്ട് ചെയ്യാനേ പാടുള്ളൂ. നമ്മൾ തിരിച്ചറിയണം, യെസ്, ഇത് എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ഇത് എൻ്റെ ജീവിതത്തിൽ വളരെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യമില്ല. അങ്ങേ തലത്തിൽ നിൽക്കുന്ന ആള്, അങ്ങേ തലത്തിൽ സാഹചര്യങ്ങൾ എനിക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല, പക്ഷെ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാം. അപ്പോൾ ബി കൂൾ ആൻഡ് കാം ആൻഡ് കൺട്രോൾ യുവർ സെൽഫ്. എന്നിട്ട് നമുക്ക് ഈ അർജന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നമുക്ക് അനാവശ്യമാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറാവുക. അപ്പൊ ഞാൻ 4 ക്വാഡ്രന്റുകളെ കുറിച്ച് ഞാൻ ഇന്ന് പറയുകയുണ്ടായി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ടൈം നമ്മളുടെ ക്വാഡ്രന്റ് 1-ലും ക്വാഡ്രന്റ് 2-ലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ക്വാഡ്രന്റ് 3-ല് വളരെ കുറച്ച് സമയം ഉപയോഗിക്കുക. ഇനി നമ്മൾക്ക് ബാക്കി വരുന്ന സമയത്ത് ക്രിയേറ്റീവായിട്ട്, പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് ആലോചിക്കുക. ഇനി ഒരു ചെറിയ ഹോംവർക്കാണ് എല്ലാവർക്കും. ഇത് സീരിയസ് ആയിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ക്വാഡ്രന്റ് 1-ൽ ഞാൻ ചെയ്യാനുള്ള എൻ്റെ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ക്വാഡ്രന്റ് 2-ൽ ഞാൻ ചെയ്യാനുള്ള എൻ്റെ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന അർജന്റായിട്ട് വരുന്ന, ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ നോട്ട് അർജന്റ്, നോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്രത്തോളം ആക്ടിവിറ്റീസുകളിൽ ഞാൻ എൻ്റെ സമയം കൂടുതൽ ചെലവഴിക്കുന്നുണ്ട് ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇന്നത്തെ ദിവസത്തെ അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു, ഇൻഫോർമേറ്റീവായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ബിക്കോസ് ദ ഷെയർഡ് നോളജ് ഈസ് ക്വയർഡ് നോളജ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കാണുമായിരിക്കും ഒരു ചെറിയ ഇടവേള. വെറുതെ ഇരിക്കുവാനല്ല, നന്മ ചെയ്യുവാൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.